ഈ കാർത്തിക മാസം ഇന്ന് നമ്മൾ ജയപ്രകാശ് പ്രഭു അമിത മാതാജിയുടെ വീട്ടിലും സുരേഷ് ജി തുഷാര മാതാജിയുടെ വീട്ടിലുമാണ്. ഈ രണ്ട് കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അവരോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന കാർത്തിക മാസം ആഘോഷിക്കാൻ, ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദാമോദര ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാർത്തിക മാസത്തിലെ അവസാനത്തെ ദ്വാദശിയാണ്. ഏകാദശി പോലെ ദ്വാദശി നാളും വളരെ വലിയ പ്രധാനമുണ്ട്. അതായത് ഏകാദശി നാളിൽ നമ്മൾ ഉപവസിക്കുമ്പോൾ ആ ഉപവാസത്തിന്റെ പാരണ വീട്ടുന്നത് ദ്വാദശി നാളിലാണ്. ആ ദ്വാദശി നാളിൽ ആക്ച്വലി വിധിയാമണ്ണം പാരണ വീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് മംഗള ആരതി ചെയ്ത് ദാനകർമാദികൾ ചെയ്തതിന് ശേഷമാണ് പാരണ വീട്ടുന്നത്. അതുകൊണ്ട് ആ ദിവസം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഏകാദശിയേക്കാൾ പ്രധാനമാണ് ദ്വാദശി നാള്. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഈ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. പറയും പുരാണങ്ങള്, സ്കന്ദപുരാണത്തിലാണെങ്കിലും ബ്രഹ്മവിവർത്ത പുരാണത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും ദേവി ഭാഗവതത്തിലാണെങ്കിലും പത്മപുരാണത്തിലാണെങ്കിലും ഗർഗഭാഗവതത്തിലാണെങ്കിലും കാർത്തിക മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഗംഗാ നദിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഭക്തർ ഒരു ചുവട് മാറി ചിന്തിക്കും. ഗംഗാനദി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഗംഗാനദി. അതുകൊണ്ട് തന്നെ ന തീർത്ഥയാ ഗംഗയാ സമം, തീർത്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായി താരതമ്യം ചെയ്യാൻ മറ്റൊരു നദി തന്നെ ലോകത്തില്ല. എങ്കിലും വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനോട് വളരെ സ്നേഹം കൂടിക്കൂടി വരുമ്പം, കൃഷ്ണ ഗംഗാനദി തീർത്ഥമാണെന്നറിയാം, പക്ഷെ ഞങ്ങൾക്ക് ഒരു പക്ഷേ യമുനാ നദിയോടാണ് ഇത്തിരി സ്നേഹം കൂടുതൽ എന്ന് പറയും. കാര്യം ഈ യമുനാ നദിയിലാണ് ഭഗവാൻ ഒരുപാട് കളിച്ചത്, ഗോപികമാര് കളിച്ചത്. അപ്പം അത്രയേറെ ഭാഗ്യം യമുനാ നദിക്കുണ്ടായല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഭഗവാന്റെ ഭക്തന്മാർക്കുണ്ട്. ആ ഒരു സ്നേഹം യമുനാ നദിയിൽ കുളിക്കുമ്പോൾ, സ്നാനം ചെയ്യുമ്പോൾ ആ ഒരു സ്നേഹം ഞങ്ങൾക്കും കിട്ടുമല്ലോ എന്ന ഭക്തരുടെ ആ ഒരു ആത്മവിശ്വാസം, സ്നേഹം, അഹങ്കളമായ പ്രേമം. ഇപ്പം സ്കന്ദപുരാണത്തിൽ പറയുന്നു, കാർത്തിക സമോ മാസം, മാസങ്ങളിൽ ശ്രേഷ്ഠമായത് കാർത്തിക മാസമാണ്, മറ്റൊരു മാസവുമില്ല. കൃതേന സമം യുഗം, യുഗങ്ങളിൽ വെച്ച് സത്യയുഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വേദം സദൃശം ശാസ്ത്രം, ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും പൗരാണിക ശാസ്ത്രമാണെങ്കിലും ആധുനിക ശാസ്ത്രമാണെങ്കിലും അത്യന്താധുനിക ശാസ്ത്രമാണെങ്കിലും ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം വേദങ്ങളാണ്. വേദങ്ങളുടെ സത്താണ് ഉപനിഷത്തുക്കളുടെ സത്താണ് ഭഗവത്ഗീത. ഈ കാർത്തിക മാസമാണ് ഭഗവാൻ ഒരുപാട് ലീലകൾ ചെയ്യുന്നത്. ഭഗവാൻ ആദ്യമായി കാലികളെ, ഗോക്കളെ മേയ്ക്കാൻ പോകുന്നത്. ഭഗവാൻ വൃന്ദാവനത്തിലെ വ്രജവാസികളെ മുഴുവൻ 7 ദിവസം ഗോവർദ്ധന പർവ്വതം ഉയർത്തി സമ്പർദ്ധക മേഘം എന്ന കഠോരമായ മേഘം, ഇന്ദ്രൻ വിട്ട മേഘത്തിന്റെ ആ പെരുമഴയിൽ നിന്ന് രക്ഷിച്ചതും 7 ദിവസം ഈ കാർത്തിക മാസത്തിലാണ്. അതുപോലെ തന്നെ
ശാപമോക്ഷം കൊടുത്ത മാസവും ഈ കാർത്തിക മാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല നടപ്പിനുള്ള മാസമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഒരു ജയിലിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് അവിടുത്തെ ജയിൽ സൂപ്രണ്ടോ മറ്റു മേലധികാരികളോ സന്ദർശിക്കുന്ന സമയത്ത് അപ്പീലിന് പോകാറുണ്ട്. അവിടെ ആ കുറ്റവാളികളെ പഠിച്ചിട്ട്, അവരുടെ ജീവിതം പഠിച്ചിട്ടും, ശിക്ഷാകാലത്തെ ജീവിതങ്ങൾ പഠിച്ചിട്ടും അവർക്ക് ശിക്ഷാവിധി ആ അപ്പീലിൽ അവർ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചെടുത്ത ആ പാപങ്ങൾ, പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. പൂർവജന്മങ്ങളിലെ പാപമാണ് നമ്മൾ വ്യാധിരൂപേണ, പ്രയാസത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ ഈ ജന്മത്തിൽ വരുന്നത്. അപ്പം ഈ ജന്മത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും മുക്തി നേടാൻ വേണ്ടിയിട്ട് നല്ല നടപ്പ് എന്ന് പറയുമ്പം വിധിയാമണ്ണം ശാസ്ത്രപ്രകാരം ഈ കാർത്തിക മാസം ആചരിക്കുമ്പോൾ നമ്മൾ നല്ല നടപ്പുകാരനാകുന്നു. ആ നല്ല നടപ്പിന് വേണ്ടിയിട്ടും, അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടും, ഭഗവാനെ സ്മരിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ ഇന്നിവിടെ കാർത്തിക മാസം ആചരിക്കുന്നു. ദാമോദര അഷ്ടകം ചൊല്ലുന്നു. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഉലൂഖല ബന്ധനം എന്ന അധ്യായമാണ് ഇതിന്റെ അടിസ്ഥാനം. കാർത്തിക മാസ സന്ദേശവുമായി ഹരേ കൃഷ്ണ. സ്മിത മാതാജി എത്തുന്നു. മാതാജി ഒരു 5 to 6 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ 9 മണിക്ക് നിർത്താം. അപ്പം എല്ലാവരും റെസ്ട്രിക്ട് ചെയ്ത് ഒരു 5 മിനിറ്റ്. ഹരേ കൃഷ്ണ. വരും. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടു. അപ്പൊ ഞാൻ ഇന്ന് ചെറുതായിട്ട് ജഗന്നാഥിനെ പറ്റി എന്തെങ്കിലും 2 പോയിന്റ് പറയാന്ന് വിചാരിച്ചു. നമുക്കറിയാം, ആദ്യം രഥയാത്ര ജഗന്നാഥ് പുരിയിലാണ് ഈ രഥയാത്രയുള്ളത്. ആൻഡ് ഈ രഥയാത്ര മുന്നേ ഉണ്ടായിരുന്നത് പുരിയിൽ മാത്രമായിരുന്നു. ആക്ച്വലി ശിലപ്രഭുപാദിന്റെ ഗ്രേറ്റസ്റ്റ് മേഴ്സി എന്ന് പറയുന്ന ഒരു കാര്യം ഈ രഥയാത്ര ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പുറം ലോകത്തേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ മേഴ്സി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈഷ്ണവ കൾച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശിലപ്രഭുപാദ് അത് വേൾഡിൽ എല്ലാവിടേക്കും കൊണ്ടുവന്നു. ഇപ്പൊ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ലോകത്തില് ഒരു ഭാഗം പോലും ഇല്ല ജഗന്നാഥിന്റെ രഥയാത്ര നടക്കാത്തതായിട്ട് ഒരു സ്ഥലം. നമുക്കറിയാം, ജഗന്നാഥ് പുരി എന്ന് പറയുന്നത് വൺ ഓഫ് ദ എന്താ പറയാ 4 ഡാമിലുള്ള ഒരു ഡാമാണ്. ബാക്കിയുള്ള ഡാംസ് ഏതൊക്കെയാണ്? രാമേശ്വരം, ദ്വാരക, ബദ്രിനാഥ് ആൻഡ് ജഗന്നാഥ് പുരി. ഇങ്ങനെ 4 സ്ഥലങ്ങളാണ് 4 ഡാം എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് ഈ ജഗന്നാഥ് പുരിയിലെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ആദ്യത്തേത് രഥയാത്ര. നമുക്കറിയാം, ബാക്കിയുള്ള ടെമ്പിൾസിലൊക്കെ നമുക്ക് ഡേറ്റയുടെ ദർശൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് വേണം ഡേറ്റയുടെ ദർശനം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ജഗന്നാഥ് ഇത്രയും മേഴ്സിഫുൾ ആണ്. കാരണം ചില നമുക്കറിയാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എല്ലാവർക്കും അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ജഗന്നാഥിന്റെ മേഴ്സി എങ്ങനെ ജഗന്നാഥ് കാണിക്കുന്നത്? ജഗന്നാഥ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജഗന്നാഥിന്റെ ഡിവോട്ടീസിനെ കാണാൻ വേണ്ടി വരുന്നതാണ് രഥയാത്ര എന്ന് പറയുന്നത്. ആരുടെ ഒപ്പാ വരുന്നത്? ബലറാമിന്റെയും സുഭദ്രാമയുടെയും സുദർശന്റെയും ഒപ്പാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞത് ജഗന്നാഥ് പുരിയിലെ രഥയാത്രയെ കുറിച്ചാണ്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ദർശൻ. ജഗന്നാഥ് പുരിയിലെ ദർശൻ ടെമ്പിള് 22 മണിക്കൂറും ഓപ്പൺ ആണ്. 2 മണിക്കൂർ മാത്രമേ അത് ക്ലോസ്ഡ് ആയിട്ടുള്ളൂ. ആൻഡ് ആ സമയം തന്നെ പറയുന്നത് ഈ 22 മണിക്കൂർ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ അടച്ചിരിക്കുന്ന സമയം ദേവതകൾ വന്നിട്ട് ഭഗവാന്റെ ദർശനം പൂജയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ജഗന്നാഥിന്റെ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ സ്പെഷ്യൽ ആണ്. എങ്ങനെയാണ്? ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് കൈ. എല്ലാവരെയും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് കണ്ണുകൾ എങ്ങനെയാണ്? ഇങ്ങനെ വലിയ മാഗ്നിഫൈയിങ് ഗ്ലാസ് പോലെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് മാത്രമല്ല, നമുക്കറിയാം ബാലാജിയുടെ കണ്ണുകൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത് ഡേറ്റിയുടെ. ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ് ബാലാജിയുടെ കണ്ണുകൾ അങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഭഗവാൻ നമ്മുടെ ഡിഫക്ട്സ് ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ബാലാജി അങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ണുകൾ. അതേസമയം ജഗന്നാഥനാണെന്നുണ്ടെങ്കിലോ കണ്ണ് തുറന്ന് വൈഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? ഈവൺ ഒരു സ്ലൈറ്റ് ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ജഗന്നാഥ് ഇങ്ങനെ കണ്ണു തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജഗന്നാഥിന്റെ രഥയാത്രയുടെ അപ്പോ ദർശനം എടുക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിൽ പിന്നെ ഒരിക്കലും ജന്മം എടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന് രഥയാത്ര, 2 ദർശൻ. ഞാൻ മൂന്നാമത് പറയാൻ പോകുന്നത് പ്രസാദാണ്. ഞാൻ ഓൾറെഡി ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ പ്രസാദത്തിന്റെ, ജഗന്നാഥ് പുരിത്തെ പ്രസാദത്തിന്റെ മഹിമ എന്താണെന്ന് പറഞ്ഞിട്ട്. ഈ കലിയുഗത്തില് നമുക്കറിയാം, കലിയുഗ ധർമ്മം എന്ന് പറയുന്നത് ഹരികീർത്തനമാണ്, സങ്കീർത്തനമാണ്. പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് കൂടെ മേഴ്സി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ജഗന്നാഥ് എന്താ പറയാ, ഈ പ്രസാദ രൂപത്തില് വന്നിരിക്കുന്നത്. വൃന്ദാവനിൽ നമുക്ക് അവിടുത്തെ ഡസ്റ്റില് ഉരുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ മേഴ്സി കിട്ടും. മായാപൂരാണെന്നുണ്ടെങ്കിലോ അവിടെ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേഴ്സി കിട്ടും ഭഗവാന്റെ. പുരിയിലാണെന്നുണ്ടെങ്കിലോ ആണ് ഏറ്റവും ഈസി, പ്രസാദം കഴിക്കുക. ഭഗവാന്റെ മേഴ്സി കിട്ടണമെങ്കിൽ ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, പ്രസാദം കഴിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ 3 പോയിന്റ് ഇപ്പൊ കവർ ചെയ്തു. ഇനി 4ാമത്തത് ഞാൻ പറയാൻ പോകുന്നത് സർവീസ്. ജഗന്നാഥിന്റെ സർവീസില് നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ടെമ്പിൾസിലെല്ലാം ബ്രാഹ്മിൺസ് മാത്രമായിരിക്കും സർവീസിൽ ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ ജഗന്നാഥിന്റെ ടെമ്പിളില് അങ്ങനെയല്ല. ശ്രവര ക്ലാസ്സിലുള്ള, അതായത് മുമ്പത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺടച്ചബിൾസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഭഗവാന്റെ സർവീസിലുണ്ട്. അതെന്താണ് കാണിക്കുന്നത്? ഭഗവാൻ നോക്കുന്നത് എന്തുമാത്രമാണ്? നമ്മുടെ ഭാവം, ഡിവോഷൻ എന്താണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാണ്ട് കാസ്റ്റും ക്രീഡും ഒന്നും നോക്കുന്നില്ല. ഈ രഥയാത്രയ്ക്ക് ഈ റോപ്സ് പുൾ ചെയ്യാനും ഭഗവാനെ വലിച്ചു കയറ്റാനും ഒക്കെ ആ ഡിവോട്ടീസ് ആണ് ശരിക്ക് ചെയ്യുന്നത്. അപ്പോ 4ാമത്തത് ഞാൻ പറഞ്ഞത് സർവീസ്. ഭഗവാൻ നോക്കുന്നത് നമ്മുടെ കാസ്റ്റോ ക്രീഡോ കളറോ ഒന്നുമല്ല. ഈസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് അവർ ഡിവോഷൻ, നമ്മുടെ ഭാവം എന്താണെന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. 5ാമത്തത് ലീലകൾ. ഒരുവിധം എല്ലാ ധാമിലും ആ ഡേറ്റീസിന്റെ ലീലകൾ ഉണ്ടായിരിക്കും. ആൻഡ് ജഗന്നാഥപുരിയും വ്യത്യാസമല്ല, അവിടെയും ഭഗവാന്റെ ഒരുപാട് ലീലകള് നടക്കുന്നുണ്ട്. അവിടെ 3 ടൈപ്പ് ഓഫ് ലീലകളാണ് സാധാരണ ജഗന്നാഥ് കാണിക്കാറ്. ഒന്ന് ഗർഭഗഞ്ച്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഭക്തന്മാരായ ആൾക്കാരുടെ പ്രൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മാതാജി അന്ന് പറഞ്ഞു ചിച്ചിത ഗ്രന്ഥി. ഓക്കെ, അപ്പൊ അതുപോലെ ആ ഈഗോനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചില ലീലകൾ കാണിക്കും. നമുക്കറിയാം ഇന്ദ്രന്റെ ലീല, ബ്രഹ്മവിമോഹന ലീല, ഇതൊക്കെ നമുക്ക് അറിയാം. അതുപോലത്തെ ലീലകള് ഭഗവാൻ ജഗന്നാഥ് കാണിക്കും. 2ാമത്തതാണ് പതിത് പാവൻ. അതായത് എല്ലാവർക്കും ഞാൻ അവൈലബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കുറെ ലീലകൾ ചെയ്യാറുണ്ട്. ആൻഡ് 3ാമത്തെ ലീല ഭക്ത മനോരഞ്ജൻ. അതായത് ഭഗവാനും ഡിവോട്ടീസും തമ്മിലുള്ള ആ പ്ലഷർ, ആ എന്താ പറയാ റിലേഷൻഷിപ്പിന്റെ മാധുര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ലീലകൾ. അതാണ് ഞാൻ കഴിഞ്ഞ തവണ ചക്കട കഥ പറഞ്ഞ ലീല, അതിൽ വരുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ജഗന്നാഥ് പുരിയെ കുറിച്ചാണ്. ജഗന്നാഥ് പുരി 4 ധാമിൽ ഒരു ധാമാണ്. ബാക്കിയുള്ള ധാമുകളാണ് രാമേശ്വരം, ദ്വാരക, ബദ്രിനാഥ്. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത് രഥയാത്ര. ഭഗവാൻ നമ്മുടെ മേഴ്സി കൊണ്ടാണ്, നമ്മൾക്ക് മേഴ്സി തരാൻ വേണ്ടിയിട്ടാണ് രഥയാത്രയുടെ പുറത്തേക്ക് വന്ന് നമുക്ക് എല്ലാവർക്കും ദർശനം തരുന്നത്. 2 ഭഗവാന്റെ ദർശനം ഒരിക്കലും അടയ്ക്കാറില്ല. ആകെ 22 മണിക്കൂർ ഓപ്പൺ ആണ്, 2 മണിക്കൂറേ അടയ്ക്കുന്നുള്ളൂ. ആൻഡ് ഭഗവാൻ നമ്മുടെ ഈവൻ സ്ലൈറ്റസ്റ്റ് നല്ല എന്താ പറയാ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. അതുകൊണ്ടാണ് ഭഗവാന്റെ കണ്ണുകൾ അങ്ങനെയുള്ളത്. 3 പ്രസാദം. ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ധാമില് വെച്ച് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ പ്രസാദം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് ജഗന്നാഥിന്റെ മേഴ്സി കിട്ടുക എന്ന് പറഞ്ഞു. 4ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സേവ. ഇവിടെ ഭഗവാൻ ആരുടെയും കാസ്റ്റും ക്രീഡും ഒന്നും നോക്കുന്നില്ല. ഭഗവാൻ ആകെ നോക്കുന്നത് നമ്മുടെ ഭക്തി എന്താണ്, നമ്മുടെ ഭാവം എന്താണെന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ 5 ഞാൻ പറഞ്ഞത് ലീലകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീലകള് ഭഗവാൻ ഇപ്പോഴും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം 3 ടൈപ്പിലുള്ളതാണ്. ഒന്ന്
ഡിവോട്ടീസിന് ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 പതിത് പാവൻ എല്ലാവർക്കും ആക്സസബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് 3 ഡിവോട്ടീസിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതി, താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തു. വളരെ സന്തോഷം. പ്രസാദേ സർവ്വദുഃഖാനാം, പ്രസാദം കൊണ്ട് മാത്രം, എന്റെ പ്രസാദം കൊണ്ട് മാത്രം, ആ നിവേദ്യം കഴിക്കുന്നതിലൂടെ മാത്രം നിന്റെ എല്ലാ ദുഃഖങ്ങളും മാറും എന്ന് ഭഗവാൻ തന്നിരിക്കുന്ന വാക്കാണ്. ഇവിടെ പ്രഥമസ്കന്ധത്തില് ഞാൻ കുന്തിസ്തുതി പറയാറുണ്ട്. വീണ്ടും ഞാൻ പറയുകയാണ്, കുന്തിസ്തുതിയിലോട്ട് പോവുകയാണ്. കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. പ്രഥമസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ സ്തുതിയാണ്. ശ്ലോകം നമ്പർ വരുമ്പം അത് 35 കുന്തിദേവി സ്തുതിക്കുന്നതാണ്. ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാ കാമ കർമ്മഭിഹി, ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാ കാമ കർമ്മഭിഹി ശ്രവണ സ്മരണാർഹാണി കരിഷ്യന്തി കേചന, ശ്രവണ സ്മരണാർഹാണി കരിഷ്യന്തി കേചന, ഭവേ അസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാ കാമ കർമ്മഭിഹി ശ്രവണ സ്മരണാർഹാണി കരിഷ്യന്തി കേചന. കുന്തിദേവി പറയുകയാണ്, സ്തുതിക്കുകയാണ്, ഭൗതികമായ കഠോര വേദന അനുഭവിക്കുന്ന ബന്ധനസ്ഥരായ ആത്മാക്കൾ, നമ്മൾ ആ ആത്മാക്കൾ ഭക്തിയുത സേവന മാർഗമായ ശ്രവണം, സ്മരണം, കീർത്തനം, ആരാധന തുടങ്ങിയവയെ പുനരുജ്ജീവിപ്പിച്ച് മുക്തി പ്രാപ്തമാക്കുവാൻ ചെയ്യുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നതെന്ന് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആണ്, അതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞതാണ്. കുന്തിദേവി പറയാണ്, ഭഗവാനെ അങ്ങ് അവതരിച്ചത്, ഞങ്ങളുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് ആത്മവേദന എടുക്കുന്നവര്, ബന്ധനസ്ഥരായ ആത്മാക്കൾ, നമ്മളെല്ലാം കണ്ടീഷൻഡ് സോളാണ്. ആ ആത്മാക്കള് ഭക്തിയ സേവന മാർഗമായ ശ്രവണം, സ്മരണം, കീർത്തനം, ആരാധന എന്നിവ കൊണ്ട് പുനരുജ്ജീവിപ്പിച്ച് മുക്തി പ്രാപ്തമാക്കാൻ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തനാവാൻ അങ്ങയെ കാണുമ്പോൾ അങ്ങയെ സ്മരിക്കും, അങ്ങയെ ജപിക്കും, അങ്ങയെ കീർത്തിക്കും. ആ കീർത്തനം കൊണ്ട് മാത്രം ബദ്ധാത്മാക്കൾക്ക് മോക്ഷം കിട്ടും, പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ അങ്ങ് നമ്മുടെ മുന്നിൽ അവതാരം എടുത്തിരിക്കുന്നതെന്ന് മറ്റുള്ളവർ പറയുന്നു. തീർച്ചയായും ശരിയാണ്. ഈ ദാമോദര മാസത്തിൽ ഭഗവാനെ ആ ഒരു ദർശനം, അങ്ങയെ വിളിക്കുന്നതിലൂടെയുള്ള ഞങ്ങളുടെ പാപമോചനം, പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതൽ ഭഗവാനെ ഈ കാർത്തിക മാസത്തിൽ ഞങ്ങൾക്ക് സാധ്യമാക്കി തരയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കാർത്തിക മാസത്തിന്റെ അടുത്ത ഒരു ചെറിയ സന്ദേശത്തിന് മുമ്പായിട്ട് നന്നു ജയരാധ മാധവ. റെഡി ആയിക്കും. സുരേഷ് ജി അവിടെ തുഷാരജി പാടത്തില്ലേ? റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപി ജനവല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, ജയ ഗോപി ജനവല്ലഭ, ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, ജയ യശോദനന്ദന, ജയ വ്രജനരഞ്ജന, ജയ യശോദനന്ദന, ജയ വ്രജനരഞ്ജന, ജയ യമുന തിരവനചാരി, ജയ കുഞ്ച ബിഹാരി, ജയ
ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഞങ്ങൾ എല്ലാവരും വൃന്ദാവനത്തിൽ പോയി. ഹരേ കൃഷ്ണ. താങ്ക് യു. കാർത്തിക മാസത്തിന്റെ അടുത്ത ഒരു ചെറിയൊരു സന്ദേശവുമായിട്ട് ശില്പമാതാജി വരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. Hare Krishna Prabhu. Okay, I think I'll take 2 minutes for Kirtan and 3 minutes for talking. I'll make it fast. Sure. Yeah. No problem. നീല കാർമുകിൽ വർണ്ണനം നേരം രാധ എന്നൊരു നാരിയുമായി നീളേ നീളെ വനത്തിൽ നടന്നും മേളമോടെ കളിച്ചു രസിച്ചും പാടിയും ചില രാഗങ്ങളുമായി കൂടിയും ചില പുഷ്പമറുത്തും എന്താണിങ്ങനെ കാട്ടിൽ നടപ്പാൻ എന്നാലേതുമെഴുതല്ലേ കണ്ണ വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിൽ എടുത്തു കൊള്ളേണം ചേലമെല്ലെ ചുരുക്കി പിടിച്ചു ചാരേ ചെന്നു കഴുത്തിൽ കേറാനായി തോളേ തപ്പി പിടിച്ചപ്പോ കണ്ടില്ല അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ കാട്ടിലൊന്നൊന്നു മൂളുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക് കാട്ടാന കരടി പുലി പന്നി കാട്ടുപോത്തു കരിമ്പുലി കൂട്ടം കണ്ടാൽ തന്നെ പിടിച്ചവ തിന്നും അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ. അപ്പൊ ഇവിടെ ജഗന്നാഥിന്റെ കണ്ണുകളെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി മാതാജി സ്മിത മാതാജി എക്സ്പ്ലെയിൻ ചെയ്തു. ശരിക്കും ഭയങ്കര ക്യൂട്ടാണ് ജഗന്നാഥിന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ. ആസ് ഷീ സെഡ് ദർ ഇസ് നോ ഐലിഡ്സ്, ഫിഷിന്റെ കണ്ണ് പോലെ ഐലിഡ്സ് ഇല്ല, അതിങ്ങനെ തുറന്നിരിക്കുകയാണ് കണ്ണ്. സോ ഇതേപോലെയാണ് ഡിവോട്ടീസിന്റെ കണ്ണ്. ഒരു തവണ ഗോപിക, ഇൻഫാക്ട് ഞാനൊരു ഡാൻസും പണ്ട് ചെയ്തത് ഓർക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ദ സീൻ വാസ് ലൈക്ക് ഒരു ഡിയറിന്റെ പുറകെ ഇങ്ങനെ ഗോപിക നടക്കാണ്. പെട്ടെന്ന് കൃഷ്ണൻ അപ്പിയർ ചെയ്യാണ്. കൃഷ്ണ വരുമ്പോ ആ ലൈൻസ് തന്നെ ഇങ്ങനെയാണ്, ദാറ്റ് ഐ എം ക്ലോസിങ് മൈ ഐസ് കൃഷ്ണ ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് യുവർ ഇമേജ് ടു ഗോ. ബിക്കോസ് ഞാൻ പിന്നെയും കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ പോയി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അത് അറസ്റ്റ് ചെയ്ത് വെക്കാണ്, കണ്ണ് അടച്ചു പിടിച്ചിട്ട്. സോ അതാണ് ഗോപികമാരുടെ സ്ഥിതി, ഭക്തന്മാരുടെ സ്ഥിതി. So definitely all this is so important for our bhakti, to increase our bhakti. And പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ടെമ്പിൾസ്, അമ്പലങ്ങൾ എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണി ആണ്. നമ്മൾ എന്തുകൊണ്ട് പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കുന്നില്ല ആ പൈസ കൊണ്ട്? കറക്റ്റ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും പലരെ മനസ്സിലും വന്നിട്ടുണ്ടാവും. പിന്നെ കുറെ ലിബറൽ ആയി ചിന്തിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ മനസ്സിൽ ഇട്ടിട്ടും ഉണ്ടാവും. ദാറ്റ് വൈ യു വേസ്റ്റിംഗ് മണി, വൈ യു ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് നോട്ട് ഗിവിംഗ് ടു പുവർ പീപ്പിൾ ഇൻസ്റ്റെഡ്. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ദാറ്റ് നമ്മുടെ അമ്പലങ്ങള് ശരിക്കും പറഞ്ഞാൽ traditionally it was meant for this only, for receiving service, that is giving service to the Lord and to service the poor people and to be as a provider also. That is namakku avade irunittu we can help making prashadam, cleaning the temple or whatever, we can do all the good things, and also we can give it to the poor people. We can do the aarti for Krishna. Ade pole നേച്ചറിലുള്ള എല്ലാരെയും അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരെ മാത്രല്ല, മൃഗങ്ങളെയും, ദാറ്റ് ഈസ് പശുക്കളെയും, പിന്നെ തുളസി, ഇതെല്ലാം എൻവയറൺമെന്റ് പ്രൊട്ടക്ഷനും അവിടെ ഉണ്ട് അമ്പലങ്ങള്. So ambalangal, they are quite important for us, because see, traditionally if you see, beggars evadiya povaru, avaru cinema theater na munnilu alla,
ഗവൺമെന്റ് ഓഫീസിന്റെ മുന്നിലും അല്ല, അവരുണ്ടാവുക അമ്പലത്തിന്റെ മുന്നിലാണ്. ബിക്കോസ് അവിടെ അവർക്ക് സർവീസ് കിട്ടുള്ളൂ. സോ അമ്പലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ അച്ഛൻ പണ്ടൊരു പാട്ട് പാടാറുണ്ടായിരുന്നു. കാണ വേണ്ടാമോ കാണ വേണ്ടാമോ ഈശനെ കാണ വേണ്ടാമോ ഇരു കൺകൾ ഇരിക്കുമ്പോത് വിണ്ണുയർ ഗോപുരം കാണ വേണ്ടാമോ. വിണ്ണുയർ ഗോപുരം, ദാറ്റ് ഇസ് ആ ഗോപുരം ഇസ് ടച്ചിങ് ദ സ്കൈ. അപ്പൊ അവിടെ ചോദിക്കുന്നത് ഈ കണ്ണുകൾ, പിന്നെയും നമ്മൾ കണ്ണുകളിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈ കൺകൾ നമുക്ക് ഇപ്പം നമ്മൾ ഈ ജന്മം എടുത്ത നമ്മൾക്ക് ഈ കൺകൾ ഉള്ളപ്പോൾ നമ്മൾക്ക് പോയി കാണണ്ടേ, ഈശ്വരനെ കാണണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഭക്തി. ദിസ് ഈസ് വാട്ട് വി ഹാവ്. അവർ ജന്മത്തിന്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ്. നമ്മൾക്കൊക്കെ ഭക്തി അല്ലാതെ ഒരു ഗതി ഇല്ല. ശരിക്കും പറഞ്ഞ ഈ കൃഷ്ണ പ്രേമം സംസാര താരിണിയാണ്. സംസാരത്തെ തരണം ചെയ്യാനുള്ള ഒരു സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ കൃഷ്ണപ്രേമം ശരിക്കും പറഞ്ഞ. സോ കഥകളിലും ജപവും മെസ്സേജസും കീർത്തനവും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട്, അതാണ് ഇമ്പോർട്ടന്റ്. ബിക്കോസ് ഇപ്പൊ ഒരു സ്കൂളില് ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണ്, അധ്യാപിക പഠിപ്പിക്കുകയാണ്, ഓക്കെ. പക്ഷെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ കേട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളത് മനനം ചെയ്യണം, നമ്മളത് മനസ്സിൽ കൊണ്ട് എന്നിട്ട് നമ്മൾ എന്താണ് വി ഹാവ് ടു ഫോളോ ഇറ്റ്, വി ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ എന്തും, യുനോ. സോ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മൾ മനനം ചെയ്യണം. ആൻഡ് എന്താ പറയാ, നമ്മളത് ഉൾക്കൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഭഗവാന്റെ ഓരോ കഥകളും. ഇപ്പം ജഗന്നാഥ് പുരിയുടെ കഥ പറയുമ്പോൾ നമുക്ക് കാണാൻ തോന്നുന്നില്ലേ? നമുക്ക് അവിടെ പോയി വേഗം ജഗന്നാഥനെ കാണാൻ നമുക്ക് തോന്നണം, യുനോ. അതായിരിക്കണം നമ്മുടെ ഒരു മനസ്ഥിതി. സോ അതേമാതിരി ഈവൻ ഇതുകൊണ്ടാണ് എക്സാംസിലൊക്കെ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടികള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ ആ എക്സാമിന് മാത്രം പഠിച്ചിട്ട് വേഗം വോമിറ്റ് ചെയ്തിട്ട് പിന്നെ ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇൻഫോസിസില് എഞ്ചിനീയേഴ്സിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവര് പറഞ്ഞത്, ഈ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരിൽ 5% ശരിക്കും എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. ബട്ട് ശരിക്കും അവർ പഠിച്ച് വന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഭക്തിയിലും ഇത് ജ്ഞാനം വേണം, പക്ഷെ ആ ജ്ഞാനം നമ്മൾ ഭക്തിയായിട്ട് മാറ്റണം. സോ ജ്ഞാനം ഇസ് നോട്ട് ഡിഫറെന്റ് ഫ്രം ഭക്തി, അതും വേറൊരു സത്യാവസ്ഥയാണ്. സോ ഭാരതദേശസ്യ അഗ്രേ ഗമനസ്യ മാർഗസ്യ കുഞ്ചിക, the key is with us. So we have to practice the bhakti movement. So നമ്മുടെ എന്താ പറയാ, ദാമോദര മാസത്തില് നമുക്ക് ഈ ഒരു മനനം ചെയ്യാനുള്ള ഒരു കഴിവ് ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. വളരെ സന്തോഷം. വളരെ വിശാലമായിട്ട് ചെറിയ സമയത്തിനുള്ളിൽ സംസാരിച്ചു. എന്താണ് ഭക്തി, എന്താണ്, ആരാണ് ഭഗവാൻ, എന്തുകൊണ്ടാണ്. ശരിയാണ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. സ്മിതമാതാജിക്ക് ഒരുപക്ഷെ ഓർമ്മ വരുമായിരിക്കും, ഗോപിയാഗീതത്തിലായിരിക്കാം. ഭഗവാനെ, ഞങ്ങളുടെ ഈ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഇമ വെട്ടുന്നത് കൊണ്ട് അങ്ങയെ കാണാൻ പറ്റുന്നില്ല. നോക്കൂ, നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല ഇമകൾ വെട്ടുന്നതിൽ. പക്ഷെ ഗോപികമാര് പ്രാർത്ഥിക്കുന്നു, ആ ഇമകൾ വെട്ടുന്നത് കൊണ്ട് കൃഷ്ണ അത്രയും സമയത്തേക്ക് എനിക്ക് അങ്ങയെ കാണാൻ പറ്റുന്നില്ല, ഈ ഇമകളൊന്ന് നേരെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഒരു അപ്രമേയമായ അചഞ്ചലമായ ഒരു പ്രേമം, ആ ഒരു സ്നേഹം നമുക്ക് ഭഗവാനുമായിട്ട് എടുക്കാൻ പറ്റുമ്പോൾ നമ്മള് ഭക്തിയുടെ സ്നേഹത്തിന്റെ തലത്തിലെത്തി. ഗോപികമാര് പാടുന്നുണ്ട്, അവകഥാമൃതം തപ്തജീവനം കവിഭിരീദിതം കൽമഷാപഹം. അവകഥാമൃതം തപ്തജീവനം കവിഭിരീദിതം കൽമഷാപഹം. ശ്രവണമംഗളം ശ്രീമതാതതം, ശ്രവണമംഗളം ശ്രീമതാതതം. ഭുവി ഗൃണേതി യേ ഭൂരിദാ ജനാ. ശ്രവണമംഗളം ശ്രീമതാതതം, ഭുവി ഗൃണേതി യേ ഭൂരിദാ ജനാ. ഗോപികമാര് പറയാണ്, the nectar of your words and the descriptions of your activities are the life and soul of those
suffering in the material world. ഈ ഭൗതിക ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ആശ്വാസമാണ്, മോക്ഷദായകമാണ് അങ്ങയുടെ ജീവിതം, അങ്ങയുടെ ആത്മാവ്, അങ്ങയുടെ പേര്, അങ്ങയുടെ നാമം. These narrations transmitted by learned sages eradicates on sinful reactions and bestow good fortune upon whoever hears them. ആര് ഭഗവാന്റെ നാമങ്ങള് ലീലകള് സ്മരിക്കുന്നുവോ കേൾക്കുന്നുവോ അവരെല്ലാം ഈ ഭൗതിക ലോകത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തനാകും. These narrations are broadcast all over the world and are filled with spiritual power. Certainly those who spread the messages of Godhead are most beneficent. എനിക്ക് മറ്റാരുമല്ല എനിക്ക് പ്രിയപ്പെട്ടവരെ, എന്റെ ലീലകൾ, എന്റെ കാര്യങ്ങൾ, എന്നെ സ്മരിക്കുന്നവർ, എന്നെ കുറിച്ച് പറയുന്നവർ, അവരോട് മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. ഹരേ കൃഷ്ണ. അടുത്ത ഒരു കീർത്തനവുമായിട്ട് സുരേഷ് ജി, തുഷാരാജി റെഡിയല്ലേ? പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞേരെ, റെഡി ആയി. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു കീർത്തനം. കീർത്തനം എനിക്കറിയില്ല. പാട്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം റെഡി ആയിട്ടിരിക്കുക. ഞാൻ കീർത്തന എടുത്തിട്ട് വരിക. കീർത്തന. ഹരേ കൃഷ്ണ. श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेवा। श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेवा। पितुमात स्वामी साका हमारी, पितुमात स्वामी साका हमारे, नाथ नारायण वासुदेवा। श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेवा। ठाकुर हमारे प्राणों से प्यारे, तुम हो हमारे, हम हैं तुम्हारे, नाथ नारायण वासुदेवा। श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेवा। गैया चरैया माखन चुरैया, गैया चरैया माखन चुरैया, दीनों के नैया की तुम ही की वैया, हे नाथ नारायण वासुदेव। गोविंद मेरो है, गोपाल मेरो है, गोविंद मेरो है, गोपाल मेरो है। श्री बांके बिहारी नंदलाल मेरो है, गोविंद मेरो है, गोपाल मेरो है, गोविंद मेरो है, गोपाल मेरो है। श्री बांके बिहारी नंदलाल मेरो है। श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेवा। श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेवा। तुमसे ही धरती, तुमसे है अंबर, अग्नि पवन और सांतों समंदर, है नाथ नारायण वासुदेवा। श्री कृष्ण गोविंद
नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारी हे नाथ नारायण वासुदेव. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു കീർത്തന. ഇതിനിടയ്ക്ക് ഒരു ഇരട്ട പേര് കൂടെ ഭഗവാനെ വിളിച്ചു. എന്താ വിളിച്ചത്? നാഥനൊക്കെ അന്ന് പറഞ്ഞു, നാഥ് നാരായണൻ എന്നൊക്കെ പറഞ്ഞു, ശ്രീകൃഷ്ണ ഗോവിന്ദനും പറഞ്ഞു, മുരാരയും പറഞ്ഞു. ഇടയ്ക്ക് ഒരു ഇരട്ട പേര് കൂടെ വിളിച്ചു. ഭഗവാൻ ഇഷ്ടപ്പെടുമെന്തോ. എന്ത് പേരാ വിളിച്ചത്? ഇതിനിടയ്ക്ക് ഒരു വീട് പറഞ്ഞില്ലേ, വെണ്ണക്കള്ളന്ന് പറഞ്ഞു. മക്കൻ ചൊരയ്യ എന്ന് പറഞ്ഞു. നോക്കണം, ഇത്രയൊക്കെ സ്തുതിച്ചിട്ട് ഭഗവാനെ കയറി വെണ്ണക്കള്ള എന്ന് കൂടെ വിളിക്കുകയാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ ഇരട്ട പേര് വിളിച്ചു കഴിഞ്ഞാൽ? പക്ഷെ ഭഗവാൻ അതൊരു രസമാണ്. ഭഗവാൻ ചിരിക്കും. വീണ്ടും വീണ്ടും വെണ്ണക്കള്ളന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഗോപികമാരുടെ എല്ലാ വീടുകളിലും കയറിയിട്ട് വെണ്ണ മോഷ്ടിക്കും. ഇതാണ് ഭഗവാനും ഭക്തരും തമ്മിലുള്ള ആ ഒരു ബന്ധം. ഭഗവാനെ നമ്മളെ എത്രത്തോളം ഭഗവാനെ എന്തെല്ലാമോ വിളിക്കുന്നു, അതിനെല്ലാം അനുസരിച്ച് ഭഗവാൻ താളം തുള്ളി ആടിക്കളിച്ച് നമ്മുടെ അടുത്ത് വരും. യശോദാമ്മയുടെ അടുത്ത് എന്തെല്ലാം കളികളാണ് വന്നത്. ഹരേ കൃഷ്ണ. നമ്മള് വീണ്ടും സുരേഷ് ജി റെഡിയല്ലേ? ഓക്കെ ഓക്കെ, പാടിക്കോളൂ. എന്തോ കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ആ, ചൊല്ലിക്കോളൂ. അതെ അതെ, പാടാൻ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. റെഡി ആയിട്ട് നിൽക്കുക. ഞാൻ പറയാം, സമയമുണ്ട്. ഓക്കെ. വീണ്ടും നമ്മൾ അടുത്ത കീർത്തനത്തിന് അടുത്തായിട്ട് നമ്മൾ നന്ദനെ എടുത്തു വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഘനശ്യാമ മുകുന്ദ മുരാരേ, ഘനശ്യാമ മുകുന്ദ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഘനശ്യാമ മുകുന്ദ മുരാരേ, ഘനശ്യാമ മുകുന്ദ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. നന്ദ ആനന്ദ രാധേ ഗോവിന്ദ, നന്ദ ആനന്ദ രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ ശ്യാമ ഗോവിന്ദ, രാധേ ഗോവിന്ദ ശ്യാമ ഗോവിന്ദ, ശ്യാമ മുകുന്ദ മുരാരേ, ഘനശ്യാമ മുകുന്ദ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഘനശ്യാമ മുകുന്ദ മുരാരേ, ഘനശ്യാമ മുകുന്ദ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഗോപി മനോഹര രാധേ ഗോവിന്ദ, ഗോപി മനോഹര രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ ശ്യാമ ഗോവിന്ദ, രാധേ ഗോവിന്ദ ശ്യാമ ഗോവിന്ദ, ശ്യാമ മുകുന്ദ മുരാരേ, ഘനശ്യാമ മുകുന്ദ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഗോപി മനോഹര രാധേ ഗോവിന്ദ,
മുകുന്ദ മുരാരേ ഘനശ്യാമ മുകുന്ദ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ ഘനശ്യാമ മുകുന്ദ മുരാരേ ഘനശ്യാമ മുകുന്ദ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ നന്ദ ആനന്ദ രാധേ ഗോവിന്ദ നന്ദ ആനന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ ശ്യാമ ഗോവിന്ദ രാധേ ഗോവിന്ദ ശ്യാമ ഗോവിന്ദ ശ്യാമ മുകുന്ദ മുരാരേ ഘനശ്യാമ മുകുന്ദ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു അങ്ങ് ലയിച്ചു പോയി. രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരേ. പക്ഷെ അതിനിടയ്ക്കും അവിടെയും ഭഗവാനെ കള്ളാന്ന് വിളിച്ചു. നിങ്ങൾക്ക് ഒരിക്കലും ഈ കള്ളാന്ന് ചേർക്കാതെ ഒരു പാട്ട് പാടാൻ പറ്റില്ല അല്ലേ? ഹരേ കൃഷ്ണ. ഇത് തന്നെ ഭഗവാന് ഭയങ്കര ഇഷ്ടം. ദീനബന്ധു, ആപൽ ബാന്ധവൻ, കരുണാമയൻ, ഇവരെല്ലാം ഭഗവാനെ വിളിക്കുന്ന പേരുകളാണ്. ഭഗവാൻ അത്രത്തോളം ദയയുണ്ട്. ഹരേ കൃഷ്ണ. സുരേഷ് ജി, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സുരേഷിക്ക് പരിചയമുണ്ടോ? എനിക്കുണ്ട്. അതില് എന്റെ അമ്മയുണ്ട്, എന്റെ അമ്മയുണ്ട്, അതായത് എന്റെ മകളുണ്ട്. കേട്ടില്ല, സൗണ്ട് ഇത്തിരി വോളിയം കുറവാണ്. അപ്പൊ ഞാൻ പാടാൻ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് വീഡിയോ വർക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നു. അല്ല, 5 മിനിറ്റ് പാടാൻ വന്നിട്ടുണ്ട്. വർഷ സുരേഷ് ജി, വോയിസ് ക്ലിയർ അല്ല കേട്ടോ. ഇപ്പൊ അല്ല, നേരെ ഇടയ്ക്ക് ക്ലിയർ ആയിരുന്നു, ഇപ്പൊ വീണ്ടും ക്ലിയർ അല്ല. ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നത് ആ ജാക്കിന്റെ ആ കണക്ഷൻ ആണ്. കാര്യം ആ ഒരു വോയിസ് വേരിയേഷൻ വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. യെസ്. ഓക്കെ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. മറ്റേത് അൺമ്യൂട്ട് ചെയ്ത് വെക്കുക. വരുന്നുണ്ടല്ലോ. അത് അൺമ്യൂട്ട് അല്ല. ഓക്കെ, അത് മ്യൂട്ട് ആണല്ലോ. മ്യൂട്ട് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? കുഴപ്പമില്ല, സംസാരിച്ചോളൂ. എനിക്ക് തോന്നുന്നത് എന്റെ ഒരു സിസ്റ്റർ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഓക്കെ. വർഷ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, തീർച്ചയായിട്ടും വർഷയ്ക്ക് പാടാം. അതുപോലെ തന്നെ വേറെ പരിചയം എപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനകത്ത്? ഇതാ കേട്ടിട്ടില്ല. എപ്പിന്റെ പ്ലാറ്റ്ഫോമില് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതില്? ഇല്ല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുക. അയച്ചു കൊടുത്തിട്ടില്ല. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുക. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും എപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ സുരേഷ് കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. വീഡിയോ ഓണാക്കട്ടെ. 2-3 പേര് അവിടെ ഇരിക്കുന്നു. ഇപ്പൊ പാടിയ കുട്ടീന്റെ കൂട്ടത്തിലുള്ളതല്ലേ? അതെ. അറിയാം. ഓക്കെ. നന്ദന, കീർത്തന, ബാക്കിയുള്ള കുട്ടികളെ കാണണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ 8:30 വരിക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അതിനകത്ത് ലീഡിങ് ചെയ്ത കൂടുതലും നമ്മുടെ കുട്ടികളുണ്ട് അതിനകത്ത്. ഓക്കെ, ഹരേ കൃഷ്ണ. എങ്കിലും വളരെ സന്തോഷം. വീണ്ടും നമ്മള് വർഷയിലേക്ക് വരുന്നു. ഹരേ കൃഷ്ണ. വർഷ പാടിക്കോളൂ. വർഷ റെഡി ആകുമ്പോഴേക്കും നമ്മള് വിസ്മയിലേക്ക് വരികയാണ്. വിപിൻ പ്രഭു, വിസ്മയ റെഡി അല്ലേ? വിസ്മയ റെഡി ആകുമ്പോഴത്തേനും എല്ലാം നമ്മൾ വളരെ ഫാസ്റ്റ് ആണ്. വിസ്മയ റെഡി ആകുമ്പോഴത്തേനും നേരെ സ്നേഹയിലേക്ക് വരികയാണ്. ഹരേ കൃഷ്ണ.
സ്നേഹയില്ല പ്രഭു. സ്നേഹയില്ല. സ്നേഹയിൽ നിന്ന് നേരെ വീണ്ടും നമ്മള് കമലുവിന്റെ അടുത്ത് വരും. ഹരേ കൃഷ്ണ, പാടിക്കോളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പ്ലാറ്റ്ഫോം ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിൽ പറയാം. നാളെ വിളിച്ചിട്ട് നേരത്തെ പറയണേ പ്രഭു എന്ന് ഒരിക്കലും പറയരുത്. 7:30 കയറുമ്പോഴേ റെഡി ആയിട്ടിരിക്കുക, ഇപ്പൊ എൻ്റെ അടുത്ത് പറയുന്നുള്ളത്. ഒരു പക്ഷെ ചിലപ്പം പറയത്തില്ലായിരിക്കാം, ഡിസപ്പോയിന്റ് ആവരുത്. അടുത്ത ദിവസം. ഹരേ കൃഷ്ണ. ഓക്കെ കമലു, റെഡിയല്ലേ? സുധീർ പ്രഭു കേൾക്കുന്നുണ്ടോ? യെസ്, കമല വന്നു. ഹരേ കൃഷ്ണ. യെസ്, ഹരേ കൃഷ്ണ. ചൊല്ലിക്കോ. യെസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്തോളൂ. രാധാ കൃഷ്ണ പ്രാണമോരാം ജുഗലാ കിശോരാ. രാധാ കൃഷ്ണ പ്രാണമോരം ജുഗലാ കിശോരാ. രാധാ കൃഷ്ണ പ്രാണമോരം ജുഗലാ കിശോരാ. জীবনে মরানে গতি আরো নাহি মোরা. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. কালিন্দির পুরে কেলি কদম্বে রবানা. রতনা পেতিরা উপার বসাবো দুজানা. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. শ্যাম গৌরী অঙ্গে দীপ চন্দনের গন্ডা. চমরা তুলাপ কাপে হেরি মুখ চন্দ্র. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. গতি অমলাতির্মালা দীপত হারা গালে. আদারে তুলিয়া দিব কর্পূরা তম্বুলে. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. ললিতা বিশাখাদি জাতা সখী বৃন্দা. অজ্ঞায়া কদীপ শিবা চরণারবিন্দা. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. শ্রী কৃষ্ণ চৈতন্য প্রভু দাসেরানুদাসা. সেবা বিলাসা করে নরোত্তম দাসা. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. জীবনে মরানে গতি আরো নাহি মোরা. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. রাধা কৃষ্ণ প্রাণ মোরা যুগলা কিশোরা. രാധാ കൃഷ്ണ പ്രാണമോര. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു.
നമ്മളെല്ലാം വൃന്ദാവനത്തിലായിരുന്നു. ഹരേ കൃഷ്ണ. വർഷ റെഡിയല്ലേ പാടാൻ? യെസ്, ഞാൻ റെഡിയാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാടിക്കോളൂ. ഭജമന രാധേ ഗോവിന്ദ, ഭജമന രാധേ ഗോവിന്ദ, ഭജമന രാധേ ഗോവിന്ദ, ഭജമന രാധേ ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന ഗോവർദ്ധന ഗിരിധാരി, ഭജമന ഗോവർദ്ധന ഗിരിധാരി, ഭജമന ഗോവർദ്ധന ഗിരിധാരി, ഭജമന ഗോവർദ്ധന ഗിരിധാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന യമുനാ തീര വിഹാരി, ഭജമന യമുനാ തീര വിഹാരി, ഭജമന രാധാ ചേതോഹാരി, ഭജമന രാധാ ചേതോഹാരി, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന 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 ഗോവർദ്ധന ഗിരിധാരി, ഭജമന ഗോവർദ്ധന ഗിരിധാരി, ഭജമന ഗോവർദ്ധന ഗിരിധാരി, ഭജമന ഗോവർദ്ധന ഗിരിധാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന വൃന്ദാവന സഞ്ചാരി, ഭജമന യമുനാ തീര വിഹാരി, ഭജമന യമുനാ തീര വിഹാരി, ഭജമന രാധാ ചേതോഹാരി, ഭജമന രാധാ ചേതോഹാരി, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ 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 ഗോവിന്ദ, ഭജമന രാധേ ഗോവിന്ദ. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. താങ്ക് യു വർഷ, താങ്ക് യു. വളരെ മനോഹരമായിരിക്കുന്നു. എല്ലാവരും രാധാറാണിയെയും ഭഗവാനെയും ഒക്കെയാണ് ആലോചിക്കുന്നത്. നമ്മളെല്ലാം അറിയാതെ തന്നെ വൃന്ദാവനത്തിൽ പോകുന്നു. സുരേഷ് ജി, ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഉണ്ടോ പാടാൻ റെഡിയായിട്ട്? സുരേഷ് ജി. വിസ്മയ പാടും പ്രഭു. ഓക്കെ, പാടിക്കോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ വിസ്മയ. ഗോപാല ഗോപാല ദേവകി നന്ദന ഗോപാല, ഗോപാല ഗോപാല ദേവകി നന്ദന ഗോപാല, ഗോപാല ഗോപാല വസുദേവ നന്ദന ഗോപാല, ഗോപാല ഗോപാല വസുദേവ നന്ദന ഗോപാല, ദേവകി നന്ദന ഗോപാല.
ഹരേ കൃഷ്ണ. താങ്ക് യു ദേവകി നന്ദന ഗോപാല. സുരേഷ് ജി, വീണ്ടും ഞാൻ സുരേഷ് ജിയുടെ അടുത്തേക്ക് വരികയാണ്. ആരുടെ ഊഴമാണ് പാടാൻ? ഉണ്ടോ? മ്യൂട്ടാണ്. എന്റെ അമ്മയുണ്ട്. ഓക്കെ, അമ്മയോട് വേണമെന്നുണ്ട് പറയാം, പക്ഷെ എനിക്കറിയില്ല. അമ്മയോട് പറഞ്ഞു നോക്കൂ. അമ്മായി അമ്മയുണ്ട്. ഓക്കെ, പറഞ്ഞു നോക്കൂ. രണ്ടുപേര് രണ്ട് സൈഡിലുണ്ട്. പറഞ്ഞോളൂ. പാടുന്നോ? മമ്മി പാടൂ. ഇല്ല, അവര് എനിക്ക് തോന്നുന്നു തയ്യാറല്ല. നോ ഇഷ്യൂ. നമ്മള് തീർച്ചയായിട്ടും വരും നാളുകളിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം, കൂടാം. ഇതുപോലുള്ള ഏതായാലും നാളെ വൈകിട്ട് 7:30 നമ്മൾ ഒരുമിച്ച് എല്ലാവരുടെയും വീട്ടിൽ ഒരേപോലെ ആരതി നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ഞാൻ ലിങ്ക് അയച്ചു തരാം. എല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കണം. കാർത്തിക മാസത്തിലെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും അതിലുപരി നമ്മുടെ പിതൃക്കളുടെ ആത്മാക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടും നമ്മൾ നാളത്തെ ദീപം കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരേ സമയം കൂട്ടായി നമ്മൾ ചെയ്യുന്നു. എല്ലാവരും മറന്നു പോകരുത്, ഈ സമയത്ത് എത്തണം. എന്തെങ്കിലും മറ്റു മെസ്സേജസ് സുരേഷ്, ഇന്നത്തെ പ്രോഗ്രാമില് എന്തെങ്കിലും സന്ദേശം? എനിക്ക് വളരെ സന്തോഷം. തുഷാര ഒന്ന് വരാം. തുഷാര അവിടെ ഇവിടെ ഇരുന്നു. ഓക്കെ, ഇതാണ് തുഷാര, അറിയാലോ അല്ലേ? ഞാന് നമ്മുടെ എപ്പില് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വൈഫാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതെല്ലേ, വൈഫ് എന്ന് പരിചയപ്പെടുത്താറില്ല, സഹോദരി എന്നാണ് പരിചയപ്പെടുത്താം. ഹരേ കൃഷ്ണ. ഓക്കെ, പിന്നെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ കീർത്തനത്തിലും ഇതിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ അവസരവും ഒരുക്കി തന്ന മണിലാൽജിയോടും എല്ലാ ഹരേ കൃഷ്ണ ബന്ധുജനങ്ങളോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ വളരെയധികം ബ്ലെസ്ഡ് ആണ്. താങ്ക് യു. അതേപോലെ തന്നെ ഞാൻ ഇന്നലെ മണിലാൽജി മെസ്സേജ് അയച്ചപാട് തന്നെ ഞാൻ അമ്മയ്ക്കും അമ്മായിയെന്ന് പറയാറില്ല കേട്ടോ, അത് കേട്ടാ ദേഷ്യം പിടിക്കും. മമ്മാന്നാ വിളിക്കാറ്. അപ്പോഴും അമ്മയ്ക്കും അയച്ചു കൊടുത്തു. അവർ രണ്ടുപേരും ഉണ്ട്. നെക്സ്റ്റ് ടൈമിൽ അവരോട് വീഡിയോ ഓൺ ചെയ്ത് നിൽക്കാൻ പറയാം, പാട്ടും പാടാൻ പറയാം. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതിൽ. കീർത്തനയും അതേപോലുള്ള കീർത്തനയും മറ്റുള്ള പേരൊന്നും ഓർക്കുന്നില്ല. എല്ലാവരും നമുക്ക് മണിലാൽജി പറഞ്ഞ പോലെ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും. നമുക്ക് പങ്കെടുക്കണം, ആഗ്രഹമുണ്ട്. ഇതേപോലുള്ള കീർത്തനങ്ങൾ പാടുമ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. ഈ അവസരം ഒരുക്കി തന്നതിൽ നന്ദി. പറയാനുണ്ട്? പറഞ്ഞോളൂ, വീഡിയോയിൽ കാണുന്നില്ല. വളരെ സന്തോഷം. നമുക്ക് പിന്നെ ഇതിനകത്ത് പ്ലാറ്റ്ഫോമിൽ സങ്കോചിക്കേണ്ട അവസരങ്ങളില്ല. എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അതിലുപരി നല്ലൊരു യൂത്തിനെ വാർത്തെടുക്കാനുള്ള ഒരു മുൻഗണന വിഭാഗത്തിൽ ഇല്ലേ, മുൻനിരയിൽ നിൽക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളൊക്കെ. അപ്പം അതിനകത്ത് മറ്റൊരു കാര്യങ്ങളില്ല. പ്രത്യേകം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ ഒരു കാര്യത്തിലൊക്കെ. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ഇന്ന് അടുത്ത ഹോസ്റ്റായ ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആധ്യാത്മിക തലത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള മാസമായ ഈ കാർത്തിക മാസം തീരാൻ പോകുകയാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ലീലയായ ഭാഗ്യലീലകളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഓർക്കാനുള്ള ധാരാളം അവസരം നമ്മുടെ പ്രിയപ്പെട്ട പ്രഭു മാതാജിമാര്, സ്മിത മാതാജിയും ശില്പ മാതാജിയും ഒരുക്കി തന്നു. വളരെ മധുരതരമായ ഈ ലീലകൾ ഓർക്കുമ്പോൾ എങ്ങനെ കഠിനമുള്ള ഹൃദയമായാൽ പോലും പരിശുദ്ധമായി തീരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മുനിമാരും മഹാഭക്തരും ഗോപികമാരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്.
നമോ അനന്തലീലായ ദേവായ തുഭ്യം. ദാമോദര അഷ്ടകത്തിലെ അവസാന വരിയാണിത്. അനന്തങ്ങളായ അഥവാ പരിമിതിയില്ലാത്ത ലീലകളാടുന്ന ഭഗവാനെ ഞാൻ അങ്ങയെ നിരന്തരം ഓർമ്മിക്കുന്നു. അങ്ങേക്ക് എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഭഗവാന്റെ ലീലകളെക്കുറിച്ചും കൃഷ്ണകഥകൾ കേൾക്കേണ്ടതിനെ കുറിച്ചും നിരന്തരം കേൾക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്നും നമുക്ക് നോക്കാം. ഈ ഭൗതിക ലോകത്തിലെ കഥകൾ കേട്ട് നമ്മൾ ബന്ധനസ്ഥരായിരിക്കുകയാണ്. എന്നാൽ ആത്മീയ ലോകത്തിലേക്കുള്ള ഇത്തരം കഥകൾ കേട്ട് ഈ ബന്ധനത്തിൽ നിന്ന് മോചിതരാകും. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രാധാന്യവും. അതുകൊണ്ട് എല്ലാവരും ഭഗവത് നാമം ജപിക്കുക, കൃഷ്ണകഥകൾ കേൾക്കുക, മറ്റു കീർത്തനങ്ങൾ കേൾക്കുക, മറ്റു ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ഭഗവാനോട് കൂടുതൽ അടുക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. തവ കഥാമൃതം തപ്ത ജീവനം, തവ കഥാമൃതം. ഹരേ കൃഷ്ണ. സ്നേഹമുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഇങ്ങോട്ടാണോ? മാതാജി എന്നെ അടിക്കാൻ വരികയാണോ അതോ ഇല്ലെന്ന് പറയുകയാണോ? ഹരേ കൃഷ്ണ. ഇങ്ങനെ പറഞ്ഞേ. ഹരേ കൃഷ്ണ. മാതാജിക്ക് അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ നമ്മള് ഇതിന്റെ നിർണായക ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതായത് ദാമോദര ലീല അഷ്ടകം നമ്മൾ ചൊല്ലും. ഉലൂഖല ബന്ധനം എന്ന് ഭാഗവത്തിലെ ദശമസ്കന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടിൽ സപ്താഹം നടത്തുന്നവര് ഭാഗവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവുള്ള ഭക്തര് പറയും അത് ഉലൂഖല ബന്ധനമാണെന്നുള്ളത്. അറിയാത്ത ഭക്തര് പറയും, അറിവില്ലാത്ത പണ്ഡിതന്മാര് പെട്ടെന്ന് എടുത്തുചാടി രാസനൃത്തത്തെ പറ്റി സംസാരിക്കും. പറയുന്നതോ തികച്ചും വിഡ്ഢിത്തരമായിരിക്കുകയും ചെയ്യും. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 9 സ്കന്ധങ്ങളും കൃത്യമായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ദശമസ്കന്ധം വായിക്കാവൂ എന്നുള്ളത്. എങ്കിൽ മാത്രമേ ആ ഭഗവാന്റെ ലീലകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ, ഭക്തിയും സ്നേഹവും വരികയുമുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ഉലൂഖല ബന്ധനം വീണ്ടും പത്മപുരാണത്തിൽ ലളിതമായിട്ട് നമുക്ക് പാടാൻ സൗകര്യമായ രീതിയിൽ സത്യവ്രത മുനി അഷ്ടക രൂപത്തിൽ ആക്കിയിരിക്കുന്നു. ആ അഷ്ടകമാണ് ഇപ്പോൾ നമ്മൾ ചെല്ലാൻ പോകുന്നത്. ആമി റെഡിയായിട്ടിരിക്കുക അഷ്ടകം ചൊല്ലാൻ. നമ്മളിപ്പോ അഷ്ടകം ചൊല്ലും. ബാക്കി എല്ലാവരും മൂട്ട് ചെയ്തുകൊണ്ട് ദാമോദര ആരതി, ഈ നെയ്വിളക്ക് ഇപ്പം ദാമോദര ഭഗവാന്റെ മുന്നിൽ ഒഴിയും. അത് ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്ന് മുഖകമലത്തിലേക്ക് 4 പ്രാവശ്യം, 1 2 3 4 അങ്ങനെയാണ്. അങ്ങനെ 4 പ്രാവശ്യമാണ് നമ്മൾ ആരതി ഒഴിയുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാന് ഈ ഗൃഹത്തിലെത്തി നെയ്വിളക്ക് കാണിക്കുന്നതായിട്ട് കാണണം. ഭഗവാൻ ഭാവഗ്രാഹിയാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ജയപ്രകാശ് പ്രഭുവിനും കുടുംബത്തിനും സുരേഷ് ജിക്കും കുടുംബത്തിനും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും എല്ലാവർക്കും ദാമോദര ഭഗവാന്റെ സാന്നിധ്യവും സാമീപ്യവും സംരക്ഷണയും സ്നേഹവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആരതിക്ക് റെഡിയല്ലേ? ഓക്കെ. ജിത്തുവിനെ കണ്ടില്ല. സുരേഷ്, നമുക്ക് ആരതി ചെയ്യാനുള്ള പരിപാടി ചെയ്യാം അല്ലേ? അല്ലേ ജിത്തു? ഹരേ കൃഷ്ണ. ജിത്തു എന്ത് പറയാനുണ്ട്?
ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് ആരതിയിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്. ആമി റെഡി ആയിക്കോ. അഷ്ടകം 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രാജമനം ആരതി ചെയ്യാം. യശോദാഭിയോ ലോകലാതവമാനം പരാമൃഷ്ടമദ്യന്തോ ധൃതഗോപ്യാ ദുദം തം മോഹനേത്രയുഗ്മം മൃജന്തം കരാംബോജയോഗ്മേന ശാഗന്തനേത്രം മോഹശ്വാസകമ്ബാത്രിരേകാന്തകണ്ഡ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിഭദ്രം ീലാഭിരാനന്ദകുണ്ടേ സ്വഘോഷം നിമജ്ജന്തമഖ്യാപയന്തം സാധിയേഷു തന്യേഷു ഭക്തിർജിതാത്വാൻ പുനഃ പ്രേമതസ്തം ശാതാവൃതി വന്ദേ വരം ദേവമോക്ഷം ന മോക്ഷാവധിം വാ न जान्यं वृणेऽहं वारिषादधीः इदं देवपूर्णाद गोपालबाला सदा मे मनस्य विरत्रांसि मन्ये इदं ते मुकाम्बोजमत्यन्तनीले वृतं कुण्डलैः स्निग्धरक्तेश्च गोप्या महशुम्बितं बिम्बरक्ताधरं मे मनस्याविरस्त्रमलं लक्ष्यलाभे नमो देवदामोदरानन्त विष्णु प्रसीद प्रभो दुःखजलाभिमग्नम् कृपादृष्टिवृष्ट्यादिदिनं वदानु ग्रहाणे च मामन्यदियाक्षदृश्या कुबेरात्मजौभागमूर्ते वयद्वात् त्वया मूर्छितौ भक्ति भजो कृतौ च सदा प्रेम भक्तिं स्वगमे प्रयच्छ नमोक्षे ग्रहो मे श्रीदामोदरेह नमस्ते स्तुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदराय विश्वास्य दाम्ने नमो राधिकाये त्वदीया प्रियाय नमो नन्दलीलाय देवाय तुभ्यं नमो राधिकाये त्वदीया प्रियाय नमो नन्दलीलाय देवाय तुभ्यं हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा। श्री दामोदर भगवान की जय, श्री राधा दामोदर भगवान की जय, श्री यशोदा मई की जय, श्री रघुपाद की जय. ഹരേ കൃഷ്ണ. വീണ്ടും നമുക്ക് കാണാം. നാളെ 7:30 മണിക്ക് ഇതേ ഐഡിയിൽ 8:30 മണിക്കുണ്ട്, ഇതേ ഐഡിയിൽ 10:30 മണിക്കുണ്ട്. ഐഡി ഈ 30 ദിവസമായിട്ടും മാറുന്നില്ല. രാവിലെ 8:30 മണിക്കുണ്ട്, രാവിലെ 10:30 മണിക്കുണ്ട്. പക്ഷേ നാളത്തെ 7:30 മണി, വൈകിട്ടത്തെ 7:30 മണി ആരും മറക്കരുത്.
തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ആകാശദീപം കാണിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവരും കൃത്യമായിട്ട് സൂം ചെയ്ത് വെച്ചിരിക്കണം. ആകാശദീപവും ഭഗവാന്റെ അടുത്തും കൃത്യമായിട്ട് കാണത്തക്ക രീതിയിൽ നേരത്തെ ട്രയൽ എടുത്ത് വെക്കുക. വളരെ സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് നാളെ 7:30 മണിക്ക് ലോകം മുഴുവൻ നമ്മുടെ ആരതി കാണട്ടെ. പിതൃക്കൾക്ക് മോക്ഷം കിട്ടട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു സുരേഷ് ജി, തുഷാരാജി, ഞങ്ങളെ അങ്ങയുടെ ഗൃഹത്തിലേക്ക് സ്വാഗതം ചെയ്തതിൽ. ഹരേ കൃഷ്ണ. വീണ്ടും അതുപോലെ തന്നെ ജയപ്രകാശ് പ്രഭു, അമൃതമാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. അതുപോലെ കുട്ടികൾ നന്ദന, കീർത്തന, നയന, സ്നേഹ, കമല, ഹരേ കൃഷ്ണ. ഇവരാണ് എൻ്റെ ജീവനാടി. ഹരേ കൃഷ്ണ. ഇവരില്ലെങ്കിൽ ഞാൻ ആമി വിസ്മയ, ക്ഷമിക്കണം, ആമി വിസ്മയ, ഗോപി ഗോപി ചോട്ടാ ഗോപി പ്രഭു. ഹരേ കൃഷ്ണ. ഗോപി പ്രഭുവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഗോപി പ്രഭുവിനെ പറ്റി പറയില്ല. ഗോപി പ്രഭു ഇന്ന് വളരെ ഈ മാസം 2 പേരാണ് ക്ഷീണിതർ. ഒന്ന് ഗോപി പ്രഭുവും ഒന്ന് ഞാനും. പ്രസാദേ സർവ്വ ദുഃഖാന. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഒരു പ്രസാദവും കിട്ടുന്നില്ലെന്ന് പറയുന്നില്ല. വെള്ളിയാഴ്ചകളിലൊക്കെ ആരെങ്കിലും കൊണ്ടുവരും, അല്ലെങ്കിൽ കൊണ്ടുപോകും. ഹരേ കൃഷ്ണ. ആമി ചിരിക്കുന്നു. ആരെങ്കിലും കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ. ഹരേ കൃഷ്ണ. അപ്പം വളരെ സന്തോഷം. ഈ കുട്ടികളാണ്, ഞാൻ വെറുതെ വാക്ക് പറയുന്നതല്ല, കുട്ടികളാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാളത്തെ തലമുറ അവരാണ് നമ്മളെ നയിക്കേണ്ടത്. ഹരേ കൃഷ്ണ. അത് ഇപ്പോഴേ നമ്മൾ ചിന്തിക്കുക. അവരെ നല്ലത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഹരേ കൃഷ്ണ. വീണ്ടും രാജീവ് പ്രഭു, ശിവമാതാജി ഹരേ കൃഷ്ണ, അനിത മാതാജി ഹരേ കൃഷ്ണ, ശില്പമാതാജി ഹരേ കൃഷ്ണ. ശില്പമാതാജി ലെഫ്റ്റായോ? ശില്പമാതാജി ഹരേ കൃഷ്ണ. ഇന്ന് കാണില്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും വന്നു. ശില്പമാതാജി ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു ഹരേ കൃഷ്ണ. മാതാജി എവിടെ ഇല്ലേ? ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ സൂര്യമാതാജി, രാജ്മോഹൻ പ്രഭു ഹരേ കൃഷ്ണ. ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് വർഷ പ്രത്യേകം ഹരേ കൃഷ്ണ. വീണ്ടും വരിക വർഷ. 8:30 രാവിലെ ക്ലാസ്സിന് വരാം. ഞാൻ സുരേഷിയായിട്ട് ബന്ധപ്പെടാം. ചെറിയ കുട്ടികളാണ്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയുണ്ട്. അതിൻ്റെ അന്തരീക്ഷം വേറൊരു രീതിയാണ്. തീർച്ചയായിട്ടും പങ്കെടുക്കാം. സുധീർ പ്രഭു, സിമിമാതാജി ഹരേ കൃഷ്ണ. സുരേഷ് ജി, കോമളവല്ലി എന്ന് പറയുന്ന അമ്മയാണോ? അമ്മയാണ്. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. തുളസി മമ്മയാണ്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്ത് വർഷ ഹരീന്ദ്ര. തന്നെയാണ്. അതെ, ഹരേ കൃഷ്ണ. അപ്പം ഈശാൻ വി വർഷ, അത് എന്റെ മോളാണ്. അവളുടെ ഐഡിയിലൂടെ ഞാൻ കയറിയത് പാടിയത്. ഓക്കെ, സന്തോഷം. വീഡിയോയിൽ വന്ന് സംസാരിക്കാം. വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞത്. ഇത് തന്നെയാണ് ഭഗവാൻ ആവശ്യവും. ഭഗവാന് നമ്മളെല്ലാവരും സതതം കീർത്തയന്തോ മാം യതം ദച്ച ദൃഢവൃതാഹ നമസ്യം ദച്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസതേ. എല്ലാവരും എപ്പോഴും ഭഗവാനെ ജപിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇഷ്ടം. അത് തന്നെയാണ് ഭഗവാൻ ഇഷ്ടം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപരാധമാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൽ പിറന്ന നമുക്ക് ഭാരതത്തിൽ ജന്മം തന്നിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. കുന്തി സുധിയുടെ 19ാമത്തെ 20ാമത്തെ ശ്ലോകത്തിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദാസോഹം തവ കേശവ, നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും. ഞാൻ ചുരുക്കി പറഞ്ഞത് ഒറ്റ വരി കൊണ്ട് നിർത്തുകയാണ്, ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകാറുണ്ട്. ലെഫ്റ്റ് റൈറ്റ് നോക്കാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് അത് നമ്മുടെ ഡയറക്ഷനിലാണോ ആ റോഡ് ഉള്ളത്, അതോ അത് ആന്റി ഡയറക്ഷൻ ആണോ, ഒന്നും നോക്കാതെ നമ്മൾ ചവിട്ടി പോകുമ്പോൾ നമ്മൾ അങ്ങ് പോകുന്നു. നമ്മളൊന്നും അറിയുന്നില്ല. അറിയാതെ അതിന്റെ ഫൈനുകൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് മറ്റൊരു വാസ്തവം. നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അത് അന്നേരം വരില്ലായിരിക്കാം.
നമ്മളെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആയിരിക്കാം ഇത്രയും ഫൈൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അസുഖങ്ങളൊന്നും വരത്തില്ലായിരിക്കാം, പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നില്ലായിരിക്കാം, നമ്മുടെ പോക്ക് റോങ് ആണെങ്കിൽ കൂടി. പക്ഷേ അവസാന സമയത്ത് നമ്മൾ എത്തുമ്പോൾ ഈ ഫൈനുകളെല്ലാം നമ്മളെ കാണിക്കും. ഈ ചീട്ടുകളെല്ലാം കാണിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ അന്ത്യയാമം. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അപ്പൊ നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം പ്രൊസീജിയർ, റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ കൃത്യമാണ്, അത് കർക്കശമാണ്, അത് പാലിക്കേണ്ടതാണ്. നമ്മുടെ പ്രൊസീജിയർ ആണ്, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് നമ്മുടെ ഭഗവത്ഗീത, ശ്രീമദ് മഹാഭാഗവതം. തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഭഗവത്ഗീത സന്ദേശവുമായിട്ട് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. ആരാ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹരേ കൃഷ്ണ. ഗോപിപ്രഭു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗോപിപ്രഭു ആണോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്? 5 ഓക്കെ. 5 4 3 2 1 0 ഡിം.